നിങ്ങൾ ബാങ്കിൽ പോയിട്ട് പറയുമ്പോൾ ഓരോ ഡയലോഗ് നിങ്ങൾ പറയുമ്പോൾ 30 സെക്കൻഡ് അവർ വെയിറ്റ് ചെയ്യോ ഇല്ലേ? യെസ് ഓർ നോ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ? ആക്ച്വലി 10 സെക്കൻഡ് സർ, സർ 30 സെക്കൻഡ് അവിടെ ഇല്ല. യു വോണ്ട് ഗെറ്റ് 30 സെക്കൻഡ്സ്, നോട്ട് ഈവൻ 20 സെക്കൻഡ്സ്. സ്പോണ്ടേനിയസ് ആയിട്ട് വരണം. സോ യു നീഡ് ടു മാസ്റ്റർ ഫ്ലുവൻസി. മാസ്റ്റർ ഇറ്റ്, നോട്ട് ലേൺ. ഇത് പഠിക്കുന്നൊരു സാധനമല്ല. മാസ്റ്റർ. വാട്ട് ഈസ് മാസ്റ്ററി? ഡൂയിങ് ഇറ്റ് വിത്തൗട്ട് കോൺഷ്യസ് മൈൻഡ് എഫോർട്ട്. ദിസ് ഈസ് മാസ്റ്ററി. എന്തെങ്കിലും കാര്യം കോൺഷ്യസ് ആയിട്ടല്ലാതെ ഇഫക്റ്റീവ്ലി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ മാസ്റ്ററി നേടി. എന്താണ് കോൺഷ്യസും സബ് കോൺഷ്യസും എന്നുള്ളൊരു ഡൗട്ട് വരും. ശ്രദ്ധിക്കുക, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റികളിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റികളും നമ്മൾ ഉണർന്നിരിക്കുകയും ബോധപൂർവ്വം അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കോൺഷ്യസ് തലമാണ്. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. ഇത് നമ്മൾ ഒരുപാട് തവണ ചെയ്ത് കഴിയുമ്പോൾ ഇത് സബ് കോൺഷ്യസ് തലത്തിലോട്ട് പോകും. സബ് കോൺഷ്യസ് തലത്തിൽ വന്നാലേ സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് കോൺഷ്യസ് മൈൻഡിന് പവർ ലിമിറ്റഡ് ആണ്. ഒരു സമയം ഒരൊറ്റ കാര്യമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കുറേ കഴിയുമ്പോൾ സബ് കോൺഷ്യസ് ഏറ്റെടുക്കും. ഇപ്പോൾ വണ്ടി പഠിക്കുന്ന തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഫുൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വണ്ടി ഓടിച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് കോൾഡ് കോൺഷ്യസ് ആൻഡ് മാസ്റ്ററി ഈസ് ഡൂയിങ് സംതിങ് ഫ്രം യുവർ subconscious mind.